that all this death and destruction is not just the unfortunate byproduct of a brutal war. Revenge and destruction are the explicit policy of Netanyahu's extremist right-wing government. 2 days into the war, 2 days after October 7th, Israeli Defense Minister Yoav Gallant said, quotes, this is a direct quote, "I have ordered a complete siege on the Gaza Strip. There will be no electricity, no food, no fuel, everything is closed. We are fighting human animals and we are acting accordingly." End of quote. And that is exactly how they have pursued this war. They define the Palestinian people as human animals. And tragically, they have acted consistent with that view. Madam President, let us remember and understand that the Israel of today is not the Israel of the past. It is now run by a right-wing extremist government. National Security Minister Itamar Ben-Gvir, the man who oversees the police, has long advocated for the forcible expulsion of Palestinians from the region. Finance Minister Bezalel Smotrich, the man responsible for the occupied West Bank, is also an extreme racist and has called for the expulsion of Palestinians from the land. അമേരിക്കൻ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമാണ് 1924 ജൂലൈ 24 ബുധനാഴ്ച. അന്നേ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഡ്രസ്സ് ചെയ്തത്. നെതന്യാഹുവിൻ്റെ അഭിമുഖത്തെ രൂക്ഷമായ ഭാഷയിലാണ് ബേർണി സാൻഡേഴ്സ് വിമർശിച്ചത്. അമേരിക്കൻ പാർലമെൻറ്റിലെ ദീർഘകാലം അംഗമായിട്ടുള്ള ഏറ്റവും ദീർഘകാലം അംഗമായിട്ടുള്ള സ്വതന്ത്ര അംഗമാണ് ബേർണി സാൻഡേഴ്സ്. ജനപ്രതിനിധി സഭയായിട്ടുള്ള ഹൗസ് ഓഫ് കോമൺസിൽ 1990 മുതൽ 2007 വരെ അദ്ദേഹം അംഗമായിരുന്നു. 2007 മുതൽ അമേരിക്കൻ സെനറ്റ് അംഗമാണ് ബേർണി സാൻഡേഴ്സ്. അദ്ദേഹം സ്വതന്ത്രനാണ്. അമേരിക്കയിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസ്സിൽ ഡെമോക്രാറ്റിക് പാർട്ടിയോട് ചേർന്ന കോക്കസിലാണ് അംഗമായിട്ടുള്ളത്. 2016 2020 അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. അദ്ദേഹം 2ാം സ്ഥാനത്താണ് വന്നത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇന്ന് നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഉൽപ്പത്തിഷ്ണു വിഭാഗത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഡെമോക്രാറ്റിക് സോഷ്യലിസം, ജനാധിപത്യത്തോടു കൂടിയുള്ള സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ബേർണി സാൻഡേഴ്സ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നാണ് അറിയപ്പെടുന്നത്. 2011 സുക്കോട്ടി പാർക്കിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ആരംഭിച്ച ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് മൂവ്മെൻറ്റിന് പ്രചോദനമായത് ബേർണി സാൻഡേഴ്സിൻ്റെ ആശയങ്ങളായിരുന്നു. ഇപ്പോൾ ഗസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരായി ഏറ്റവും ശക്തമായ ഭാഷയിലാണ് ജൂതവംശജൻ കൂടിയായ ബേർണി സാൻഡേഴ്സ് അമേരിക്കൻ പാർലമെൻറ്റിൽ തൻ്റെ പ്രസംഗം നിർവഹിച്ചത്. അമേരിക്കൻ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമാണിന്ന്, ഒരു യുണീക്ക് ഡേ ആണ് ഇന്ന് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിന് കാരണം അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ ഒരു വാർ ക്രിമിനൽ അഡ്രസ്സ് ചെയ്യുന്നത്. യുദ്ധക്കുറ്റവാളി എന്നാണ് അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചത്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കുറ്റവാളിയാണ്. കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഗസയിൽ നടക്കുന്ന വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്നത്
നെതന്യാഹുവാണ്. ഗസയിലെ തകർച്ച അദ്ദേഹം വളരെ കൃത്യമായി ആ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു. 2.2 മില്യൺ ജനങ്ങൾ അധിവസിക്കുന്ന ഗസ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ആശുപത്രികൾ, ജനാധിവാസ കേന്ദ്രങ്ങൾ എല്ലാം നിലം പറ്റി തകർത്ത് എറിഞ്ഞ ഒരു യുദ്ധമാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. ആ രാജ്യത്തിലെ ജനങ്ങൾ ഒരു തവണ മാത്രമല്ല 4-5 തവണ ഡിസ്പ്ലേസ്ഡായി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും അവസാനം 3 ദിവസം മുമ്പ് ഖാൻ യൂനിസിലെ ജനങ്ങളോട് ഉടനടി അവിടെ നിന്ന് മാറിപ്പോകാൻ അദ്ദേഹം ഓർഡറിട്ടു. ആ ഒറ്റ ഓർഡറിൻ്റെ ഫലമായിട്ട് ഏകദേശം 6 ലക്ഷത്തോളം മനുഷ്യർക്ക് അവിടുന്ന് മാറിപ്പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അടിവരയിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമേ അല്ല, മറിച്ച് വംശഹത്യയാണെന്ന് എല്ലാ അർത്ഥത്തിലും അടിവരയിട്ടുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് ബേർണി സാൻഡേഴ്സ് എന്ന 82 വയസ്സുകാരൻ അമേരിക്കൻ പാർലമെൻറ്റിൽ നടത്തിയത്. അതോടൊപ്പം ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയിട്ടുള്ള അതിർത്തി കടന്നുള്ള ആക്രമണത്തെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയും ഹമാസിൻ്റെ നേതാവായിട്ടുള്ള യാഹ്യ സിൻബാറിനെ യുദ്ധക്കുറ്റവാളിയായി കണ്ട് ശിക്ഷിക്കണമെന്നും അദ്ദേഹം വാദിക്കുകയുണ്ടായി. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും സിൻബാറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തുടരുന്ന യുദ്ധത്തിന് 39,000-ഓളം മനുഷ്യർ ഇതിനകം കൊല ചെയ്യപ്പെട്ടു. അതിൽ 60% സ്ത്രീകളും കുറ്റവാളികളുമാണ്. ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ഇനിയും എത്ര ആളുകൾ മരിച്ചു വീഴും എന്ന് പറയാൻ സാധിക്കില്ല. അതിക്രൂരമായ ഒരു വംശഹത്യ, നരഹത്യ അവിടെ നടക്കുന്നു. ബേർണി സാൻഡേഴ്സ് സൂചിപ്പിക്കുന്നത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ, മാരകമായ വംശഹത്യയാണ്, മനുഷ്യാവകാശ ലംഘനമാണ്, യുദ്ധ കുറ്റകൃത്യങ്ങളാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന ഒരാൾ അമേരിക്കയുടെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ, അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ, ഹൗസ് ഓഫ് കോമൺസിൻ്റെയും സെനറ്റിൻ്റെയും സംയുക്ത സമ്മേളനത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ നീതികേട് അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല, ഈ വംശഹത്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതും അമേരിക്കയാണ്. അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ പണവും അമേരിക്കയുടെ വെപ്പൺട്രിയുമാണ് ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത്. അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച്, അമേരിക്കൻ ടാക്സ് പേയേഴ്സ് കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വംശഹത്യ അവിടെ നടക്കുമ്പോൾ അതിന് നെടുനായകത്വം വഹിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പാർലമെൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നു. ഇത് ജനാധിപത്യ ലോകത്തിന് ഭൂഷണമല്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും പുരാതനമായ ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് അമേരിക്കൻ പാരമ്പര്യത്തിന് വിരുദ്ധമാണ്. അമേരിക്കൻ പാർലമെൻറ്റ് ലോക ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടാണ് അമേരിക്കക്കാർ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ വിശുദ്ധ ഭൂമി എന്ന് അമേരിക്കക്കാർ കരുതുന്ന അവരുടെ കോൺഗ്രസ്സിലാണ് ഒരു യുദ്ധക്കുറ്റവാളി അഡ്രസ്സ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ ബേർണി സാൻഡേഴ്സ് നടത്തിയിട്ടുള്ള വിമർശനം ജനാധിപത്യത്തിൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഗസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരായിട്ടുള്ള ഒരു ഉയർപ്പാണ്. ശരിയും ശാസ്ത്രീയവും തത്വാധിഷ്ഠിതവുമായ നിലപാടാണ് ഈ 82 വയസ്സുകാരനായ ബേർണി സാൻഡേഴ്സ് മുന്നോട്ട് വച്ചിട്ടുള്ള ശക്തമായ വിമർശനം. ലോക മനസാക്ഷിയെ സങ്കടപ്പെടുത്തുന്നതാണ്, ലോകത്തിൻ്റെ മനസ്സിനെ ഉണർത്താൻ പര്യാപ്തമാണ്.